എല്ലാ മലയാളികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും വളരെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കട്ടെ. കേരള പോലീസ് ഓണാഘോഷം വളരെ ഗംഭീരവും സമാധാനപരവുമായി ആഘോഷിക്കുന്നതിനുമായി വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ട്രാഫിക്കിൻ്റെ നിയന്ത്രണമാണ്. പലതരം ഷോപ്പിങ്ങിനുമായിട്ടും മറ്റും എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്ന സമയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം എല്ലാവർക്കും തന്നെ വാഹനങ്ങളുണ്ട്, 1-2 വാഹനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറിയ ടൗണുകളിലേക്കും സിറ്റികളിലേക്കും വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കൺജഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ പോലീസിൻ്റെ വളരെ ശുഷ്കാന്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ വലിയൊരു സഹകരണവും കൂടി നമുക്ക് ആവശ്യം. നമ്മുടെ നഗരങ്ങളിലൊക്കെ തന്നെ പാർക്കിങ്ങിനുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആ പാർക്കിങ്ങിനുള്ള സ്പേസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടുള്ള പ്രധാന നഗരങ്ങളെല്ലാം തന്നെ നിലവിൽ പ്രൈവറ്റ് പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താവുന്ന സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ദയവായി നിങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൈഡിൽ, റോഡിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ള വാഹനങ്ങളെ സ്മൂത്തായിരിക്കുന്ന മൂവ്മെൻറ്റ് പ്രയാസകരമാവും. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൺജഷൻ ഇല്ലാതെ, ബ്ലോക്ക് ഇല്ലാതെ ട്രാഫിക് മൂവ് ചെയ്യുന്നതിനാണ്. അത് സാധ്യമാകണമെങ്കിൽ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന സ്വഭാവം നമ്മൾ നിർത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഓണത്തിൻ്റെ സമയത്ത് പല ആളുകളും പ്രത്യേകിച്ചും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന ആളുകൾ അവരുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്കും സ്വദേശത്തേക്കൊക്കെ പോകാനിടയുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് റെസിഡൻസ് അസോസിയേഷനുകളെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് അത്തരത്തിൽ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഏരിയകളിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ മറ്റാരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു നെയ്ബർഹുഡ് വാച്ച് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് നന്നായി. എല്ലാവരും തന്നെ CCTV ക്യാമറകൾ മിക്ക സ്ഥലങ്ങളും വെച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ ഡിറ്ററൻ്റായിട്ട് ഇത് വർക്ക് ചെയ്യാവുന്നു. പിന്നെ ഈ പാല്, അതുപോലെ പത്രങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന ആളുകൾ അത് ഈ സമയത്ത് നിർത്തിവെക്കണം. കാരണം അവിടെ ആളില്ല എന്ന് മനസ്സിലാക്കാൻ കള്ളന്മാർക്ക് ഉപകാരപ്രദമാണ്. ആവശ്യമായിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനൊക്കെ ചേർന്നിട്ട് ലൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കണം. ഞങ്ങൾ കേരള പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കാനും പോളാപ്പ് വഴി പുറത്തു പോകുന്ന ആളുകളെ ഡീറ്റെയിൽ തരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാത്രിയും പകലും നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളെ പോലീസുകാർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വീടിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്നതായി. പക്ഷെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഓണാഘോഷത്തിൽ, അതായത് ഇത്തരം എല്ലാവരും തന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് മാല പൊട്ടിക്കാനായിട്ടോ പിക്ക് പോക്കറ്റിങ്ങിനായിട്ടോ ഒക്കെ കള്ളന്മാരും നമ്മളെ സ്റ്റേറ്റിൽ നിന്നുള്ളവർ മാത്രമല്ല പുറത്തു നിന്നുള്ളവരും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഞങ്ങൾ ഷാഡോ പോലീസിനെ കേരളത്തിൽ എങ്ങോളം ഇങ്ങോളമുള്ള നഗരങ്ങളിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ഷാഡോ പോലീസ്, വനിതാ പോലീസുകാരുണ്ട്, മെയിൽ പോലീസും. അവർ സാധാരണ പോലീസ് വേഷത്തിലായിരിക്കില്ല. ഓരോരോ ക്രൗഡിൻ്റെയും സാഹചര്യം നോക്കി ആ വേഷത്തിലും വിധാനത്തിലായിരിക്കും അവരുണ്ട്. ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് SP-മാരുടെ നേരിട്ടുള്ള സൂപ്പർവിഷനിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഉദ്ദേശം തന്നെ ആരെയും സർവൈലൻസിലിടുക എന്നുള്ളത്, സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾ വളരെ സ്മൂത്തായിരിക്കുന്ന സുഖപ്രദമായിരിക്കുന്ന സഞ്ചാരവും അവരുടെ ഷോപ്പിങ്ങും അവരുടെ ഓണാഘോഷവും സാധ്യമാക്കുക എന്നുള്ളൂ. ഓണാഘോഷിക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ നടത്തുന്ന, തന്നെ അവർക്കെതിരെ അവരുടെ വസ്തുവകകൾ മോഷ്ടിക്കാനും ഉപദ്രവിക്കാനൊക്കെ നിൽക്കുന്ന ആളുകളെ അവരുടെ പിടിക്കപ്പെടാനും കൂട്ടിയിട്ടുള്ള സംവിധാനമാണ് ഷാഡോ പോലീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരള ഈ പോലീസ് സ്റ്റേഷനിലെല്ലാം തന്നെ പരമാവധി പോലീസ് ഫോഴ്സിനെ നമ്മൾ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഏത് സമയവും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പോലീസ് റിലേറ്റഡ് ആയിരിക്കുന്ന എന്ത് കാര്യത്തിനും നമ്മൾ നിർത്താവുന്നതാണ്. മറ്റെല്ലാ ഓഫീസുകളും നിങ്ങൾക്കറിയാം, ചിലപ്പം ഓണാഘോഷത്തിൽ അവധിയിലായിരിക്കാം, ചിലപ്പം പ്രൈവറ്റ് ഓഫീസുകളും അതായിരിക്കാം. പക്ഷെ ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ മാത്രം എന്തായിരിക്കും, എല്ലാവരും തന്നെ അവിടെ തന്നെ ജോലിക്കുണ്ടായിരിക്കും. അതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളുടെ ഓണം മനോഹരമാക്കി തീർക്കുക എന്നുള്ളത്. അതിനോട് ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്.